നമസ്കാരം. ഞാനിന്ന് കൊയിലാണ്ടി മൂച്ചിക്കുന്നിലെ വാഴയിൽ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നതാണ്. നമ്മൾ കമ്പനിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മെല്ലനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴി തന്നെ പാതാളം എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും കമ്പനിക്കാരെല്ലാവരും കൂടി ആ ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴും തന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തിരിച്ച് ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ച് കയറുന്നുണ്ട്. അങ്ങനെ ഞാൻ കുട്ടാട്ട മട്ടാട്ട എന്നെല്ലാം വിളിച്ചിട്ട് മെല്ലനെ ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ ഈ വാഴയിൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ പാതാളം എന്ന് പറഞ്ഞ ഈ ഗുഹയിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ 1 മണിക്കൂർ മുന്നേ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഴേൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് ഈ ഗുഹയിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മൊബൈൽ വെളിച്ചത്തിലാണ് നമ്മൾ ഈ കുറച്ച് കൂട്ടുകാരുടെ മൊബൈൽ വെളിച്ചത്തിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ. നമ്മൾ പകൽ വന്നിട്ട് ഒരിക്കലും ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം കുറച്ച് ആൾക്കാരിൽ ഈ ഗുഹേൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ കുറച്ച് 5-6 ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളിൽ ഈ ഗുഹേൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അവിടുന്ന് പറയുന്നത് കേൾക്കുന്നത് വെച്ചാൽ ഈ ഗുഹ നമ്മളെ പിഷാരികാവുമായിട്ട് ഉള്ളിൽ കൂടി ടച്ച് ആകുന്നുണ്ടെന്ന രീതിയിലുള്ള അവിടുന്ന് സംസാരിക്കണം. നമ്മളത് എത്രത്തോളം ശരിയാണെന്ന് അറിയുന്നില്ല. അങ്ങനെ അവിടെ നല്ല കാഴ്ചകൾ കണ്ട് കണ്ടോ നിങ്ങൾ, പിന്നെ ആ ഗുഹേൻ്റെ മേലെ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് മെല്ലെ ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് തന്നെ പോയി അമ്പലത്തിലേക്ക് പോകേണ്ട പരിപാടിയിലാണുള്ളത്. പിന്നെ മഴയായതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്കെല്ലാം കുറച്ച് വള്ളിയും വേരെല്ലാം പിടിച്ച് താഴോട്ട് ഇറങ്ങാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ലേഡീസൊന്നും അങ്ങനെ കാണുന്നില്ല. അധികവും നമ്മുടെ ആണുങ്ങൾ തന്നെയാണ് കുറച്ച് ഗുഹയിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ കുറേ ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം പകർത്തി മെല്ലനെ മേലോട്ടേക്ക് കയറേണ്ട പരിപാടിയിലാണുള്ളത് കേട്ടോ. അങ്ങനെ ആ ഗുഹേൻ്റെ ഉള്ളിൽ തന്നെ കുറച്ചൊരു 15 മിനിറ്റോളം ആ ഗുഹേൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ ഏകദേശം കണ്ട് ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങേണ്ട പരിപാടിയിലുള്ള പിന്നെയും വള്ളിയും വേരെല്ലാം പിടിച്ചിട്ട് മേലോട്ട് കയറി അമ്പലത്തിലേക്ക് പോകേണ്ട പരിപാടിയിലുള്ളത്. അമ്പലത്തിൽ ആ ടൈമിൽ ഒരു കൈകൊട്ടി കളി നടക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടത്. പക്ഷേ നമുക്ക് അവിടെ എത്താനുള്ള സമയം വൈകിപ്പോയി കുറച്ച്. അപ്പം ചെറിയ രീതിയിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു 1-2 ദിവസം മുന്നേ. ഒന്ന് കാണാത്തവരൊന്ന് പോയി ഒന്ന് കാണണേ. അപ്പം നമുക്ക് അറിയുന്ന ചേച്ചിമാർ കച്ചവടം ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു മുട്ട ഓംപ്ലേറ്റും അതുപോലെ തന്നെ ബ്രെഡെല്ലാം കഴിച്ച് അപ്പുറത്തുനിന്ന് ഒരു മുളക് വെച്ച് കഴിച്ച്. ഇനിയിപ്പം ചെറിയ നമ്മൾ അമ്പലപ്പറമ്പിലുണ്ടാവുമല്ലോ തിരുപ്പ് ചട്ടി അങ്ങനത്തെ ചെറിയ കളി ഉണ്ടാക്കേണ്ടതെന്ന് കളിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം പോയിട്ട് ഒന്ന് കറങ്ങി വരുമ്പോഴേക്ക് തന്നെ മുടി എന്നുള്ളതാവും. അതും കണ്ടിട്ട് മെല്ലനെ നാട്ടിലേക്ക് പിടിക്കേണ്ട പരിപാടിയിലാണുള്ളത്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വീഡിയോ കണ്ടിട്ട് ലൈക്കായും ഷെയറായും കമൻറ്റായും രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ.